ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് മുതൽ റെയിൽവേ എക്സാംസിൻ്റെ പുതിയൊരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്രത്യേകിച്ചും അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ്, ടെക്നീഷ്യൻ ഈ രണ്ട് പരീക്ഷകളും ഇനി മുമ്പിൽ വരാൻ പോകുന്നു. അപ്പോൾ അത് രണ്ടിനെയും ആ രണ്ട് പരീക്ഷകൾക്കും വേണ്ട രീതിയിലുള്ള ക്ലാസ് സീരീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി മുതൽ ചൊവ്വ, വ്യാഴം, ശനി ഈ ദിവസങ്ങളിൽ രാത്രി 9 മണിക്ക് ക്ലാസ് പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്താണ് ALPക്കും ടെക്നീഷ്യനും ക്ലാസ് സീരീസുകൾ സ്റ്റാർട്ട് ചെയ്യണം. അത് ജസ്റ്റ് സയൻസ് മാത്രമല്ല, എല്ലാ സബ്ജക്ട്സും കവർ ചെയ്യാൻ, അല്ലെങ്കിൽ മാത്സ്, റീസണിങ് എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സസ് എല്ലാ റെഗുലറായിട്ട് ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലുണ്ടാവും. പിന്നെ കുറച്ചുകൂടെ സമയം കഴിയുമ്പോൾ നമ്മൾ ലൈവ് ക്ലാസ് സെഷൻസും നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. റെയിൽവേയുടെ എക്സാംസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ മുമ്പിലുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഈ വർഷം വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസും എന്തുമാത്രം പരീക്ഷകൾ ഈ വർഷം ഉണ്ട് എന്നെല്ലാം നമ്മൾ എക്സാം കലണ്ടർ റിലീസ് ചെയ്തപ്പോൾ പറഞ്ഞു. അപ്പോൾ റെയിൽവേയുടെ ഒരുപാട് പരീക്ഷകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആദ്യം ALP വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ടെക്നീഷ്യൻ വരുന്നുണ്ട്, ALP ടെക്നീഷ്യൻ, അത് കഴിഞ്ഞിട്ട് NTPC വരുന്നുണ്ട്, നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ്, അത് ഡിഗ്രി ഉള്ളവർക്കും +2 ഉള്ളവർക്കും വരുന്നുണ്ട്. പിന്നെ ജൂനിയർ എഞ്ചിനീയർ വരുന്നുണ്ട്, JE വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് D വരുന്നുണ്ട്, ഗ്രൂപ്പ് D പരീക്ഷകൾ വരുന്നുണ്ട്. പിന്നെ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന, ഈ എക്സാം കലണ്ടറിൽ ഇല്ലെങ്കിൽ പോലും എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു പരീക്ഷ RPF, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. അപ്പോൾ ഇങ്ങനെ എല്ലാ പരീക്ഷകൾക്കും വേണ്ട സിലബസ് ആയിരിക്കും നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. അപ്പം ഓരോ പരീക്ഷയ്ക്കും ഓരോ രീതിയിലാണോ പഠിക്കേണ്ടതെന്നൊക്കെ പലർക്കും പല സംശയങ്ങളും ഉണ്ട്. ഓരോ പരീക്ഷയുടെയും സിലബസിന് ഡിഫറൻസ് ഉണ്ടോ, പല പരീക്ഷയ്ക്കും പല രീതിയിലാണോ പഠിക്കേണ്ടത്? അപ്പോൾ അതെല്ലാം ഞാൻ ക്ലാരിറ്റി ഉണ്ടാക്കി തരാം. ഓരോ പരീക്ഷകൾക്കും സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. ബേസിക്സ് എല്ലാം കോമൺ ആയതുകൊണ്ട് തന്നെ ഒരു രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സെഷനിലോട്ട് കിടക്കാം. അപ്പോൾ റെയിൽവേ എക്സാം സീരീസ് ആണ് നമുക്കുള്ളത്. റെയിൽവേ എക്സാംസിന് വേണ്ട തന്നെ രീതിയിലായിരിക്കും ഈ ക്ലാസ്സസ് എല്ലാം പോകുന്നത്. ഇനി മാത്സ്, റീസണിങ്, സയൻസ് സബ്ജക്ട്സിലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയുടെയും ക്ലാസ്സസ് ഞാനായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓർഡർലി നമുക്ക് ഈ ടോപ്പിക്കുകളെല്ലാം പഠിച്ചു പോകാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വളരെ ആവശ്യമാണ്. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. ഇങ്ങനെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഏതൊക്കെ പരീക്ഷകളാണ് നമുക്കിനി മുമ്പിൽ വരാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയുണ്ട്, ടെക്നീഷ്യൻ ഉണ്ട്, NTPC ഉണ്ട്, JE ഉണ്ട്, ഗ്രൂപ്പ് D ഉണ്ട്, RPF എക്സാം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും എക്സാംസ് മുമ്പിൽ നിൽക്കേ റെയിൽവേ എക്സാംസിൻ്റെ സയൻസ് അല്ലെങ്കിൽ ഫിസിക്സ് ആണ് ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. റെയിൽവേ എക്സാംസിന് വേണ്ട ഫിസിക്സ് ആണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ALP ടെക്നീഷ്യൻ എക്സാം ആണല്ലോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഫോക്കസ് ചെയ്ത് തന്നെ നമുക്ക് പോവാം. കാരണം എല്ലാ പരീക്ഷകൾക്കും ഉള്ള ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. കുറേയും കൂടെ ക്ലിയർ ആക്കി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഫിസിക്സ് സബ്ജക്റ്റ്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സയൻസ് സബ്ജക്റ്റ് റെയിൽവേ പരീക്ഷകളെ സംബന്ധിച്ച് ഉണ്ടാക്കുന്ന ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം അതിൽ നിന്ന് വരുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ഒരുപക്ഷെ അതിൽ നിന്ന് ചോദിക്കുന്ന പ്രോബ്ലംസ്, ഇതെല്ലാമാണ് പലർക്കും ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കവർ ചെയ്യുന്ന രീതിയിലെ വീഡിയോ സീരീസാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കുമ്പോൾ ആദ്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സിലബസ് ആണ്. ഇതിൻ്റെ സിലബസിനെ പറ്റിയാണ് ഞാൻ ആദ്യം ഒരു ഐഡിയ ഉണ്ടാക്കാൻ പോകുന്നത്. സിലബസ്, ബേസിക് സിലബസ്. അപ്പോൾ എന്താണ് ബേസിക് സിലബസ്? നിങ്ങളിപ്പം ALPയുടെയും ടെക്നീഷ്യൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വന്നപ്പം സിലബസ് നോക്കി കാണും. ആ സിലബസ് നോക്കുമ്പം CBT 1ൻ്റെ സിലബസ് നിങ്ങൾ നോക്കിയാൽ അതിനകത്ത് കാര്യമായിട്ടൊന്നും പറയുന്നില്ല. കാരണം ഫിസിക്സ്, സയൻസ് സബ്ജക്ട്സ് 10ാം ക്ലാസ് നിലവാരത്തിലുള്ള ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടെന്ന് മാത്രമേ സിലബസിൽ അതിനകത്ത് പറയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്ന് പലർക്കും സംശയം ഉണ്ടാവും. അപ്പോൾ ബേസ് എന്ന് പറയുന്നത്, ഈ എക്സാംസിൻ്റെ ബേസ് എന്ന് പറയുന്നത്, ALP ടെക്നീഷ്യൻ എക്സാംസിൻ്റെ ബേസ് എന്ന് പറയുന്നത് 10ാം ക്ലാസ് നിലവാരത്തിൽ വരുന്ന NCERT ടെക്സ്റ്റ് ബുക്കാണ്. ബേസ് എന്ന് പറയുന്നത് 10th ലെവൽ NCERT ടെക്സ്റ്റ് ബുക്കിനാണ്. അപ്പോൾ ഒരുപക്ഷെ NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചിലപ്പം തോന്നാൻ സാധ്യതയില്ല. വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കുറേയും കൂടെ സബ്ജക്റ്റീവായിട്ടായിരിക്കും അതിനകത്ത് എഴുതിയിരിക്കുന്നത്. നമ്മുടെ എക്സാം ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ഒരുപക്ഷെ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം കൺസോൾഡേറ്റ് ചെയ്തിട്ടാണ് ഈ ക്ലാസ്സുകളിലെല്ലാം നോട്ട്സ് കൺസോൾഡേറ്റ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ വരുന്നത്. ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, സിലബസ്, ഡീറ്റെയിൽഡ് സിലബസ് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഡീറ്റെയിൽഡ് സിലബസ്. ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെ നോക്കിയാലും ഇങ്ങനെ ഡീറ്റെയിൽഡ് സിലബസ് എന്ന് പറഞ്ഞ് കിട്ടാൻ സാധ്യതയില്ല. ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് സയൻസിൽ അല്ലെങ്കിൽ ഫിസിക്സിൽ വളരെ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഒരു പക്ഷേ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് സിലബസ് ആദ്യം നിങ്ങളോട് ഷെയർ ചെയ്യും. എന്നിട്ട് ഒരു ചാപ്റ്റർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയും ചെയ്യും. ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. എന്തിനാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ നിലവാരം നിങ്ങൾക്ക് മനസ്സിലാക്കാനും കൂടിയാണ്.
എക്സാമിൻ്റെ നിലവാരം ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസും ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും പിന്നെ നമ്മൾ GK പാർട്ടിൽ നിന്ന് പഠിക്കേണ്ട കുറച്ച് ഫാക്ട്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ സിലബസിൻ്റെ കാര്യം ഞാൻ പറയാണ്. സിലബസിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയട്ടെ, RRB ALP ടെക്നീഷ്യൻ ഈ 2 പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഒരേ തരത്തിൽ തന്നെ പഠിക്കാം. ഒരു കാര്യം കൂടെ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ക്ലാരിറ്റി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ RRB ALP എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ പരീക്ഷയാണ് അല്ലേ, ടെക്നിക്കൽ പരീക്ഷയാണ്. ഒരു ടെക്നിക്കൽ പരീക്ഷ എന്ന് തന്നെ പറയാം. കാരണം ITI ട്രേഡ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണ്. ITI ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് നമുക്കറിയാം. ഇനിയും ഒരുപക്ഷെ ഡിപ്ലോമയുള്ളവർക്കും ബിടെക് ഗ്രാജുവേറ്റ്സിനും ഈ ഒരു എക്സാം അപ്പിയർ ചെയ്യാൻ പറ്റും. അത് കാണുമ്പോൾ തന്നെ നമ്മൾ കരുതും ഇത് ടെക്നിക്കൽ പരീക്ഷയാണ്. ശരിയാണ്, പരീക്ഷ ടെക്നിക്കലാണ്. പക്ഷേ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് പ്യുവർലി നോൺ ടെക്നിക്കൽ ആണ് എന്ന് തന്നെ ഞാൻ പറയും. അതിന് കാരണം എന്താണെന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നോൺ ടെക്നിക്കൽ പരീക്ഷയാണ് അല്ലെങ്കിൽ എക്സാം നോൺ ടെക്നിക്കലാണ്, ടെക്നിക്കൽ പോസ്റ്റ് ആണെങ്കിൽ പോലും എക്സാം നോൺ ടെക്നിക്കൽ ആണെന്ന് പറയുന്നതിൻ്റെ കാരണം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ ഐ ലിങ്കിൽ അറ്റാച്ച് ചെയ്തിരിക്കും. നിങ്ങൾക്ക് ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. കാരണം അതിൽ ക്ലിയർ ആയിട്ട് എക്സാം പാറ്റേൺ പറയുന്നുണ്ട്. കാരണം ഈ പരീക്ഷ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടെക്നിക്കൽ ടോപ്പിക്സ് അല്ല, പകരം നോൺ ടെക്നിക്കൽ പാർട്ട് തന്നെയാണ് നിങ്ങളുടെ എക്സാമിന് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ എത്രാമത്തെ മാർക്കാണ്, എത്രാമത്തെ റാങ്കാണ് പൊസിഷൻ എന്ന് നിർണ്ണയിക്കുന്നത്. അതുകൊണ്ടാണിത് ടെക്നിക്കൽ പരീക്ഷയാണെങ്കിൽ കൂടി, ടെക്നിക്കൽ പോസ്റ്റ് ആണെങ്കിൽ കൂടി നോൺ ടെക്നിക്കൽ എക്സാം ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക, സമയം കിട്ടുമ്പോൾ അതൊന്ന് കാണാൻ ശ്രമിക്കുക. കാരണം CBT 2 വരുന്ന പാർട്ട് A ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ്. മാത്രമല്ല CBT 1 എന്ന് പറയുന്നത് പ്യുവർലി നോൺ ടെക്നിക്കലാണ്. മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്, സയൻസ്, GK സയൻസ് ഈ 4 സബ്ജക്ട്സ് മാത്രം വരുന്നതാണ് CBT 1 എന്ന് പറയുന്നത്. അത് പ്യുവർലി നോൺ ടെക്നിക്കലാണ്. സ്റ്റേജ് 2 നിങ്ങളുടെ റാങ്കിനെ നിർണ്ണയിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് പ്യുവർലി നോൺ ടെക്നിക്കൽ തന്നെയാണ്. അത് കുറച്ച് ടെക്നിക്കൽ ടേംസ് ഉണ്ട്, അതൊക്കെ നമ്മുടെ ക്ലാസ് സീരീസിൽ ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും, കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതിനകത്ത് വരുന്ന ട്രേഡ് ബേസ്ഡ് ആയിട്ടുള്ള പാർട്ട് ജസ്റ്റ് ക്വാളിഫയർ മാത്രമാണ്. അത് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നിങ്ങൾ എടുത്തിരിക്കുന്ന ട്രേഡിനെ ബേസ് ചെയ്തുള്ള ക്ലാസ്സസ് അല്ലെങ്കിൽ ട്രേഡിനെ ബേസ് ചെയ്തുള്ള കണ്ടന്റ് വളരെ സിമ്പിളാണ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു സമയം ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ദിശ അക്കാഡമിയുടെ RRB ALP ടെക്നീഷ്യൻ കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് യൂട്യൂബ് ചാനലിൽ ഫ്രീ ക്ലാസ്സസ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ട്യൂസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ, ചൊവ്വ, വ്യാഴം, ശനി, ഒരു ദിവസം ഇടവിട്ടായിരിക്കും ഇനിഷ്യലി നമുക്ക് ക്ലാസ്സുകൾ വരുന്നത്. ആ ദിവസങ്ങളിൽ 9 മണിക്ക്, രാത്രി 9 മണിക്ക് പ്രീമിയർ ചെയ്യും. അപ്പോൾ നിങ്ങളിത് ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യുക, ഈ ക്ലാസ് സീരീസുകൾ ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഫോളോ ചെയ്ത് പോയാൽ ഓരോ ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്യാം. ഈ വരുന്ന എക്സാംസ് തന്നെ ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ സിലബസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണ്. ടോപ്പിക്കുകൾ ഡീറ്റെയിൽഡ് സിലബസാണ് ഞാൻ പറയാൻ പോകുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് സിലബസ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ടോപ്പിക്സും ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത്, ആ ടോപ്പിക്കിനകത്തുള്ള സബ് ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്, ഈ ഒരു കാര്യമാണ് ഇന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ ഈ സിലബസ് കിട്ടണമെന്ന് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ, നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, ദിശ അക്കാഡമി ടെലഗ്രാം ചാനലുണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ആ ഒരു ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു PDF ഞാൻ അതിനകത്ത് അവൈലബിൾ ആക്കുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ആ PDF ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം ഒന്നാമത്തെ ടോപ്പിക് ഞാൻ പറയട്ടെ, യൂണിറ്റ്സ് മെഷർമെന്റ്സ്. ഫസ്റ്റ് ചാപ്റ്റർ ആണ് യൂണിറ്റ്സ്, മെഷർമെന്റ്സ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. അതും കൂടെ ഞാൻ ചേർത്ത് പറയുന്നു. യൂണിറ്റുകളും മെഷർമെന്റ്സും അതുപോലെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സും കൂടെ ഞാൻ ഈ ആദ്യത്തെ ചാപ്റ്ററിൽ പറയുന്നു, ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിൽ യൂണിറ്റ്സ് നമുക്കറിയാം, SI യൂണിറ്റുകൾ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റുകൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് യൂണിറ്റ്സിൽ വരുന്നത്. SI യൂണിറ്റ്സ് വരും, അല്ലാതെ കൺവെൻഷണൽ യൂണിറ്റ്സ് വരും, യൂണിറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അതിനകത്ത് വരും. പിന്നെ മെഷർമെന്റ്സ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വാണ്ടിറ്റീസ്, അതിൻ്റെ വാല്യൂസ് ഒക്കെ നമുക്ക് മെഷർമെന്റ്സിൻ്റെ ഭാഗത്തിൽ പഠിക്കാനുണ്ട്. അപ്പോൾ യൂണിറ്റ്സ്, മെഷർമെന്റ്സ്. രണ്ടാമത് വരുന്നത് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. അടുത്തത് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഓരോ ഇൻസ്ട്രുമെന്റ്സും എന്തിനു യൂസ് ചെയ്യുന്നു, യൂണിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് യൂണിറ്റ്സ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിൻ്റെ കൂടെ പഠിക്കാം. പിന്നെ വരുന്നതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, സ്കേലാർ ക്വാണ്ടിറ്റീസ്, വെക്റ്റർ ക്വാണ്ടിറ്റീസ്. അതിന് എക്സാമ്പിൾസ് ആണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു ചാപ്റ്ററും കൂടെ, ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് പറയാൻ പറ്റും, ഡയമെൻഷണൽ ഹോമോജനിറ്റി ചെക്കിംഗ്, ഡയമെൻഷൻ ചെക്കിംഗ് അല്ലെങ്കിൽ ഡയമെൻഷണൽ ഹോമോജനിറ്റി. ഈ ഒരു സാധനം കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. ഡയമെൻഷണൽ ഹോമോജനിറ്റി ചെക്കിംഗ് ഉണ്ട്. അതായത്
മാസിൻ്റെയും ലെങ്ത്തിൻ്റെയും ടൈമിൻ്റെയും ടേംസിലേക്ക് ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും കൺവേർട്ട് ചെയ്യുന്ന ഒരു ചെറിയ ഭാഗമാണ് അത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കംപ്ലീറ്റ്ലി യൂണിറ്റ്സ്, മെഷർമെൻറ്റ്സ്, മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പോകുന്നത്. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോളൂ, മെക്കാനിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഫോഴ്സിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. മെക്കാനിക്സ് ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും അതിനെ പറ്റിയുള്ള പഠനമാണ് മെക്കാനിക്സിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അതിൽ തന്നെ സബ് ടോപ്പിക്കുകളായിട്ട് ഞാൻ വീണ്ടും പറയുന്ന ടോപ്പിക്സ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഒന്ന് വർക്ക് ഉണ്ട്, പവർ എനർജി, വർക്ക് എനർജി പവർ ഉണ്ട്, മാസ് സബ് ടോപ്പിക്സ് ആണ്. അതുപോലെ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, ന്യൂട്ടൻ്റെ 3 ചലന നിയമങ്ങൾ, അത് പിന്നെ ഫോഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ, പിന്നെ ലീനിയർ മൊമെൻറ്റവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ലീനിയർ മൊമെൻറ്റം, പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രോബ്ലംസും വരാറുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ബേസ് ചെയ്ത പ്രോബ്ലംസും വരാറുണ്ട്. പിന്നീട് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ്. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, വെലോസിറ്റി, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഓഫ് ലീനിയർ മോഷൻ ഉണ്ട്. ഇവിടെ കാണുന്നു ഇക്വേഷൻസ് ഓഫ് ലീനിയർ മോഷൻ. ഇത് പ്രോബ്ലംസ് ഉള്ള ഏരിയ ആണ്. ഇക്വേഷൻസ് ഓഫ് ലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇക്വേഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും വരുന്നതാണ്. പിന്നെ പ്രൊജക്ടൈൽ മോഷൻ ഉണ്ട്. പ്രൊജക്ടൈൽ മോഷൻ, ആക്സലറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത മെക്കാനിക്സ് എന്ന് പറയുന്നത് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളതാണ്. കുറച്ചധികം പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയയിലൂടെ കടന്നു പോകുന്നത്. നെക്സ്റ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സസ് പഠിക്കുന്നതിൻ്റെ കൂടെ ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ പഠിക്കാറുണ്ട്. പിന്നെ സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതുപോലെ റൊട്ടേഷണൽ മോഷൻ. ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷനും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സും കവർ ചെയ്യുന്നതിനകത്താണ് നമ്മൾ ഈ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ സബ് പോയിന്റുകളെല്ലാം കവർ ചെയ്യുന്നത്. ഒരിക്കൽ കൂടി പറയട്ടെ, ഈ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രോബ്ലമാറ്റിക് ആണ്. കുറച്ചധികം പ്രോബ്ലംസ് വരും. പ്രോബ്ലംസ് മാത്രമല്ല, തിയറി ബേസ്ഡ് ആയിട്ടും കുറേ കാര്യങ്ങൾ ചോദിക്കുന്ന ഏരിയ ആണ്. അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ മെക്കാനിക്സ് നമ്മുടെ റെയിൽവേ എക്സാംസിനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ്. വളരെ ക്ലിയർ ആയിട്ട് കൺസെപ്റ്റ് ബേസ് ചെയ്ത് പഠിച്ചു പോയാൽ പ്രോബ്ലംസ് ചെയ്യുന്നത് കുറേ കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി ബാക്കി സിലബസ് നമുക്ക് കവർ ചെയ്തു പോകാം. പിന്നീട് പറയുന്ന ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമ്മൾ ഫോഴ്സിന്റെ കൂടെ തന്നെയാണ് ഗ്രാവിറ്റേഷൻ കവർ ചെയ്യുന്നതെങ്കിലും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സെപ്പറേറ്റ്ലി ഗ്രാവിറ്റേഷൻ അടുത്തൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ കൂട്ടത്തിലാണ് പഠിക്കുന്നത്, ഫോഴ്സ് മോഷന്റെ കൂട്ടത്തിലാണ് പഠിക്കുന്നത് എങ്കിൽ പോലും ഇമ്പോർട്ടൻസ് കൂടുതലാണ്. ക്വസ്റ്റ്യൻസിന്റെ നമ്പർ ഈ ഒരു ഭാഗത്ത് വളരെ കൂടുതലാണ്. അതിനകത്ത് തന്നെ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി ആൻഡ് മോഷൻ അണ്ടർ ഗ്രാവിറ്റിയുടെ എഫക്റ്റിൽ ഉണ്ടാകുന്ന മോഷൻ, ഫ്രീ ഫോൾ, ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. പിന്നീട് വരുന്നതാണ് സാറ്റലൈറ്റ് മോഷനും എസ്കേപ്പ് വെലോസിറ്റിയും. ഈ 3 കാര്യങ്ങളാണ് ഇതിന്റെ സബ് ടോപ്പിക് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഉണ്ട്, ഗ്രാവിറ്റി ആൻഡ് മോഷൻ അണ്ടർ ഗ്രാവിറ്റി, ഇവിടെ എല്ലാം പ്രോബ്ലംസ് വരുന്നതാണ്. ഇതൊക്കെ പ്രോബ്ലംസ് വരുന്ന ഏരിയാസ് ആണ്. ഇവിടെ നിന്നൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, ചെറിയ പ്രോബ്ലംസ്. അവസാനം സാറ്റലൈറ്റ് മോഷൻ, എസ്കേപ്പ് വെലോസിറ്റി. ഇനി ചാപ്റ്റർ 4 പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് 4ാമത്തെ ചാപ്റ്റർ ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഒന്ന് എലാസ്റ്റിസിറ്റി, 2 സർഫസ് ടെൻഷൻ, അതുപോലെ ക്യാപ്പിലാരിറ്റി. ഇതെല്ലാം മാറ്ററിന്റെ പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട്, ഇതെല്ലാം ഫോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കൂടി സെപ്പറേറ്റ്ലി പറഞ്ഞിരിക്കുകയാണ് ഒരു ചാപ്റ്ററിന്. അതായത് എലാസ്റ്റിക് ഫോഴ്സ്, സർഫസ് ടെൻഷൻ, ക്യാപ്പിലറി റൈസ്, ക്യാപ്പിലറി ഫോള്, ഇതെല്ലാം ആ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് എങ്കിലും സെപ്പറേറ്റ്ലി പറഞ്ഞിരിക്കുകയാണ്. ഇനി ഫ്ലോ ഓഫ് ലിക്വിഡിന്റെ ഫ്ലോ, അതായത് ഫ്ലോയിങ് ഫ്ലൂയിഡിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, അതായത് റെസിസ്റ്റൻസ്, ഫ്ലൂയിഡിന്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫോഴ്സാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഫ്ലൂയിഡ്സിന്റെ ഫ്ലോയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നീട് ബോയൻസി ആൻഡ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അടുത്ത പ്രഷർ, അതായത് ഫ്ലൂയിഡ് പ്രഷറാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. പ്രഷർ എന്ന് പറയുന്ന ഫ്ലൂയിഡ് പ്രഷർ, ഒരു ഫ്ലൂയിഡ് മീഡിയത്തിനകത്ത് കിടക്കുന്ന ഒരു ഒബ്ജക്റ്റിൽ വരുന്ന ഫോഴ്സുകൾ, ആ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ, അത് വളരെ ക്രൂഷ്യലാണ്. ചെറിയ ടോപ്പിക്കാണെന്ന് വിചാരിക്കും, അല്ല, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രഷർ. പിന്നെ ഡെൻസിറ്റി, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, ഇതെല്ലാം പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിനകത്ത് വരുന്ന സബ് ടോപ്പിക്കുകളാണ്. ഇനി അടുത്തത് ഹീറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇപ്പം നമ്മൾ എത്ര ചാപ്റ്റേഴ്സ് കവർ ചെയ്തു? ജസ്റ്റ് സിലബസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4 ചാപ്റ്റേഴ്സ് ആണ് കവർ ചെയ്തത്. 5ാമത്തെ ചാപ്റ്റർ ആണ് ഹീറ്റ്, തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ് ഹീറ്റിനകത്ത് 1ാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചോ, ടെമ്പറേച്ചർ ആൻഡ് മെഷർമെന്റ് ഓഫ് ടെമ്പറേച്ചർ.
ടെമ്പറേച്ചർ മെഷർമെന്റ്, അതായത് ഡിഫറെൻറ്റ് സ്കെയിലുകളൊക്കെ നമ്മൾ ഇതിനകത്താണ് പഠിക്കുന്നത്. സ്കെയിൽസ്, പലതരത്തിലുള്ള സ്കെയിൽസ്, കൺവേർഷൻ ഓഫ് ടെമ്പറേച്ചർ, പല പല ടെമ്പറേച്ചർ റേഞ്ചുകൾ, ഇതെല്ലാം അതിനകത്ത് പഠിക്കും. അത് കഴിഞ്ഞിട്ട് തെർമൽ കണ്ടക്ഷൻ, അതായത് ഹീറ്റ് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടാണ് തെർമൽ കണ്ടക്ഷൻ ഇവിടെ പറയുന്നത്. ഇനി തെർമൽ എക്സ്പാൻഷൻ ഉണ്ട്, അതായത് ടെമ്പറേച്ചറിന്റെ എഫക്റ്റിൽ ഒരു ഒബ്ജക്റ്റ് വലുതാകുന്നത്, കോൺട്രാക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് തെർമൽ എക്സ്പാൻഷനകത്ത് വരുന്നത്. പിന്നെ കൺവെക്ഷൻ, ഇതും ഹീറ്റ് ട്രാൻസ്ഫറിനകത്ത് വരുന്നതാണ്, ഹീറ്റ് ട്രാൻസ്ഫറിനകത്ത് വരുന്നൊരു ടോപ്പിക്കാണ്. അടുത്തത് കണ്ടക്ടർ, നോൺ കണ്ടക്ടർ, ഇൻസുലേറ്റേഴ്സ്. ഹീറ്റ് കണ്ടക്ടറിന്റെ കാര്യമാണ് പറയുന്നത്. ഹീറ്റ് കണ്ടക്ടേഴ്സ് എങ്ങനെ, ഹീറ്റിന്റെ നോൺ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. അടുത്തത് കിർഷോഫ് ലോ അല്ലെങ്കിൽ സ്റ്റെഫാൻസ് ലോ അല്ലെങ്കിൽ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ഇത് 3 ലോസ് നമ്മൾ പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഉണ്ടല്ല. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് സബായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനകത്ത് വരുന്നതാണ് തെർമൽ കണ്ടക്ഷന്, തെർമൽ കണ്ടക്ഷന്, തെർമൽ കൺവെക്ഷന്, അതുപോലെ തന്നെ റേഡിയേഷന്. പിന്നെ ഈ 3 ലോസും ഈ 3 നിയമങ്ങളും ഹീറ്റ് ട്രാൻസ്ഫറിനകത്താണ് വരുന്നത്. ഇനി അടുത്തത് ഫേസ് ട്രാൻസിഷൻ ആൻഡ് ലേറ്റന്റ് ഹീറ്റ്, ടൈപ്സ് ഓഫ് ഹീറ്റ്, ഹീറ്റിൻ്റെ ഒക്കെ ക്ലാസിഫിക്കേഷൻ പഠിക്കും. സ്പെസിഫിക് ഹീറ്റ്, ലേറ്റന്റ് ഹീറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാനുണ്ട്. പിന്നീട് വരുന്നു റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, വേപ്പറൈസേഷൻ, റിലേറ്റീവ് വേപ്പറൈസേഷൻ, ഹ്യൂമിഡിറ്റിയും വേപ്പറൈസേഷനും. പിന്നീട് ഫൈനലി തെർമോഡൈനാമിക്സ് എന്ന് തന്നെ പറഞ്ഞ് ഒരു ടോപ്പിക് ഇട്ടുണ്ട്. ഇതൊരു വലിയ ടോപ്പിക്കാണ്. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് വലിയൊരു ടോപ്പിക്കാണ്. അത് തന്നെ പഠിക്കാനുള്ള വളരെ മേജർ ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷേ നമ്മുടെ എക്സാം പോയിന്റിൽ തെർമോഡൈനാമിക്സ് ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ വേണം. ആ കാര്യങ്ങൾ മാത്രം കവർ ചെയ്തുകൊണ്ട് നമുക്ക് ഹീറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് പഠിച്ചാൽ മതി. ഇനി അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം. അടുത്തത് വേവ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേവ്സ്, അതായത് വേവ്സിൻ്റെ ക്ലാസിഫിക്കേഷനും മാത്രമേ ഉള്ളൂ. അതൊരു ചാപ്റ്ററായിട്ട് സെപ്പറേറ്റ്ലി ഞാൻ വെച്ചിരിക്കുന്നേ ഉള്ളൂ. ടൈപ്സ് ഓഫ് വേവ്സ്, ഏതൊക്കെ തരത്തിലുള്ള വേവ്സ് ഉണ്ട്. ഇപ്പോൾ ലൈറ്റ് വേവ്, സൗണ്ട് വേവ്, ഇതെല്ലാം പലതരത്തിലുള്ള വേവ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു മേജർ ക്ലാസിഫിക്കേഷനും അറേഞ്ച്മെൻറ്റും മാത്രമാണ് വേവ്സ് എന്ന ടോപ്പിക് കൊണ്ട് ഉദ്ദേശിച്ചത്. ആ വേവ്സിൻ്റെ തന്നെ പല ടൈപ്പ് എന്ന രീതിയിലാണ്. ആദ്യം സൗണ്ട് വേവിനെ പറ്റിയാണ് പഠിക്കാനുള്ള ഫസ്റ്റ് ചാപ്റ്റർ. അടുത്ത ചാപ്റ്റർ, ഇപ്പോൾ എത്ര ചാപ്റ്റർ ആയി? 5 ചാപ്റ്റേഴ്സ് അല്ലേ? 5 ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് 6ാമത്തെ ചാപ്റ്റർ വേവ് എന്ന് സെപ്പറേറ്റ് ചാപ്റ്റർ പറയണം എന്നില്ല. സൗണ്ട് നമുക്ക് 6ാമത്തെ ചാപ്റ്റർ ആയിട്ട് എടുക്കാം. സൗണ്ടിനകത്ത് വരുന്നതാണ് നേച്ചർ ഓഫ് സൗണ്ട് വേവ്സും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ പ്രോപ്പർട്ടീസും ഒക്കെ നമുക്ക് പഠിക്കണം. പിന്നീട് ഫ്രീക്വൻസി റേഞ്ച് ഓഫ് സൗണ്ട് വേവ്സ്, സ്പീഡ് ഓഫ് സൗണ്ട് വേവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട് വേവ്സ്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ക്ലബ് ചെയ്ത് പഠിക്കുന്ന ഒരു മേജർ ടോപ്പിക്കാണ്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എക്കോ, സോണാർ, റഡാർ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. സൗണ്ട് വേവ്സിൻ്റെ ആപ്ലിക്കേഷനെ പറ്റിയുള്ളതാണ് ഏറ്റവും അവസാനം വരുന്നത്. എക്കോ ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സൗണ്ട് വേവ്സിനകത്ത് പഠിക്കും. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തിലേക്ക് വരുന്നത്? സൗണ്ട് വേവ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലൈറ്റ് വേവ്സിലേക്ക് വരുന്നത്. അപ്പോൾ 7ാമത്തെ ചാപ്റ്റർ, 7th ചാപ്റ്റർ ലൈറ്റ് വേവ് ആണ് 7th ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിനകത്ത് തന്നെ നേച്ചർ ഓഫ് ലൈറ്റ്, ലൈറ്റ് വേവ് എന്താണ്, ലൈറ്റ് വേവിൻ്റെ പ്രത്യേകതകൾ, ഇതെല്ലാം നമ്മൾ ആദ്യം പഠിക്കേണ്ടതാണ്. ബേസിക് ഫാക്ട്സ്, ലൈറ്റിനെ പറ്റിയുള്ള ബേസിക് ഫാക്ട്സ്. പിന്നീട് ലൈറ്റിൻ്റെ ഡിഫറെൻറ്റ് ഫിനോമിനൻസ് ആണ് മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, അതുപോലെ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്, ഇൻ്റർഫെറൻസ് തുടങ്ങിയ ഡിഫറെൻറ്റ് ഫിനോമിനൻസ് റിലേറ്റഡ് ടു ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഫിനോമിനൻസ് പഠിക്കാനുണ്ട്. പിന്നെ ഞാനിവിടെ പറയുന്നത് ശ്രദ്ധിച്ചേ, ലൈറ്റിൻ്റെ റിഫ്ലക്ഷനും റിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിലൊന്നാണ് മിറേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ഇതിൻ്റെ ഒരു സബ് ടോപ്പിക്കാണ്, പക്ഷേ നമ്മൾ സെപ്പറേറ്റ്ലി തന്നെ പഠിക്കേണ്ട ടോപ്പിക്കാണ്. അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. മിറേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിത് പറയുന്നത്. പക്ഷേ ഈ ഒരു ടോപ്പിക്ക് സെപ്പറേറ്റ്ലി പഠിക്കേണ്ടതുണ്ട്, ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അതുപോലെ നമ്മൾ റിഫ്രാക്ഷൻ്റെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ലെൻസസ് പറയാറുണ്ട് അല്ലേ? മിറേഴ്സും അതുപോലെ തന്നെ ലെൻസും. ഇത് സെപ്പറേറ്റ് ലൈറ്റിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ടെങ്കിലും നമ്മൾ സെപ്പറേറ്റ്ലി ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കാണ് ലെൻസസ് ആൻഡ് മിറേഴ്സ്. കാരണം ഇതിനകത്തുനിന്നുള്ള മിറേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കണം, അതുപോലെ ഇമേജ് ഫോർമേഷൻ പഠിക്കണം. ക്ലാസിഫിക്കേഷന് ഇമേജ് ഫോർമേഷൻ പഠിക്കണം. ഇമേജ് ഫോർമേഷൻ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് നമ്മുടെ റെയിൽവേ എക്സാം കോണ്ടെക്സ്റ്റിൽ നമുക്ക് പഠിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ മിറേഴ്സ് ആൻഡ് ലെൻസസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചേ, ഹ്യൂമൻ ഐ, അതുപോലെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഹ്യൂമൻ ഐ പഠിക്കാനുണ്ട്, ഹ്യൂമൻ ഐയുടെ സ്ട്രക്ചറും അതിൻ്റെ വർക്കിങ്ങും പഠിക്കാനുണ്ട്. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം ടെലിസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, അങ്ങനെയുള്ള ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, സിമ്പിൾ മൈക്രോസ്കോപ്പ്, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഈ ഒരു സിലബസിൻ്റെ ഭാഗം തന്നെയാണ്.
അടുത്തത് നമുക്ക് നോക്കാം. എട്ടാമത്തെ ചാപ്റ്റർ ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രിസിറ്റി. എട്ടാമത്തെ ചാപ്റ്റർ ഇലക്ട്രിസിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്, പ്രോബ്ലംസ് വരുന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിനകത്തുള്ള സബ് ടോപ്പിക്സ് നമുക്ക് നോക്കാം. ഇലക്ട്രിക് ചാർജ് ആദ്യം, ചാർജിനെ പറ്റി, കൂളംസ് ലോ, ഇതെല്ലാം ബേസിക്സ് ആണ്, ഇലക്ട്രിസിറ്റിയുടെ ബേസിക്സ് ആണ്. ഇനി ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സർക്യൂട്ട് ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരാറുണ്ട്, ചെറിയ പ്രോബ്ലംസാണ്. സർക്യൂട്ട് എന്ന് കേൾക്കുമ്പോൾ ആരും പേടിക്കേണ്ട, ചെറിയ പ്രോബ്ലംസ് വരാറുണ്ട്. ഇലക്ട്രിക് കറണ്ട്, ബേസിക്കലി എന്താണ് ഇലക്ട്രിക് കറണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും ഓംസ് ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് വരുന്നു. പിന്നീട് റെസിസ്റ്റൻസ് എന്താണ് റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട ഐഡിയാസ്, അതും പ്രോബ്ലംസ് വരുന്നതാണ്, റെസിസ്റ്റൻസിന്റെ കണക്ഷനെ ബേസ് ചെയ്ത്. പിന്നീട് ഇലക്ട്രിക് പവർ എനർജി, പിന്നീട് വരുന്ന ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം. ട്രാൻസ്ഫോമർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇലക്ട്രിക് ബൾബ്, ഇലക്ട്രിക് സെല്ലുകൾ, ഇതെല്ലാം ഇലക്ട്രിസിറ്റിയുടെ സബ് ടോപ്പിക്കുകളാണ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രോബ്ലംസ് മാത്രമല്ല, തിയറി വൈസിലും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വരുന്നതാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ നമ്മൾ 8 ചാപ്റ്റേഴ്സ് നോക്കി. 9ാമത്തെ ചാപ്റ്റേഴ്സ്, ഇനി വരുന്ന ചാപ്റ്റേഴ്സ് ജസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് 9ാമത്തെ ചാപ്റ്ററാണ് മാഗ്നറ്റിസം. ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞ് നമ്മൾ ആ ചാപ്റ്റർ ഒരുമിച്ചായിരിക്കും തീർക്കുന്നത്. പക്ഷേ അത് സെപ്പറേറ്റ് ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ടതാണ് മാഗ്നറ്റിസം. പിന്നീട് വരുന്നത് ഇലക്ട്രോണിക്സ്, മോഡേൺ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രോണിക്സ്, സെമി കണ്ടക്ടർ ഡിവൈസുകൾ, സെമി കണ്ടക്ടേഴ്സ്, ഡയോഡ്, PN ജംഗ്ഷൻ, ട്രാൻസിസ്റ്ററുകൾ തുടങ്ങിയ ഇലക്ട്രോണിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത ചെറിയൊരു ചാപ്റ്റർ, ഇതും ഈ സിലബസിനകത്ത് വരുന്നതാണ്. പിന്നീട് ന്യൂക്ലിയർ ഫിസിക്സ് എന്താണ്? ന്യൂക്ലിയസുമായിട്ട് ബന്ധപ്പെട്ട, ആറ്റം ബോംബുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ന്യൂക്ലിയർ ഫിസിക്സും. അതുപോലെ ഇതിന്റെ കൂടെ വരുന്നതാണ് സ്പേസ് സയൻസും സിലബസിന്റെ ഭാഗം തന്നെയാണ്. ന്യൂക്ലിയർ ഫിസിക്സ് ആൻഡ് സ്പേസ് സയൻസ് ഇത് രണ്ടും ഫിസിക്സിന്റെ അല്ലെങ്കിൽ GKയുടെ പാർട്ടായിട്ട് വേണമെങ്കിലും കൺസിഡർ ചെയ്യാവുന്നതാണ്. ന്യൂക്ലിയർ ഫിസിക്സും അതുപോലെ സ്പേസ് സയൻസും സിലബസിന്റെ ഭാഗമാണ്. 12ാമത്തെ ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറീസ്, ഫിസിക്സിലെ ഇൻവെൻഷനുകളും ഡിസ്കവറീസും. 13 മിസലേനിയസ് ഫാക്ട്സ് എന്ന് പറയുന്നുണ്ട്. മിസലേനിയസ് എന്ന് പറയുന്നത് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ, അങ്ങനെ പല വർഷങ്ങൾ, അവാർഡ്സ്, ഹോണേഴ്സ്, ഇതൊക്കെയാണ് മിസലേനിയസ് ചാപ്റ്റേഴ്സിൽ യൂസ് ചെയ്യുന്നത്. അതായത് അവാർഡുകൾ, സയൻറ്റിസ്റ്റുകൾ, ഹോണേഴ്സ്, അതുപോലെ സയൻറ്റിസ്റ്റുകൾ, അവരുടെ കോൺട്രിബ്യൂഷൻസ്, കണ്ടുപിടുത്തങ്ങൾ, ഇതെല്ലാം മിസലേനിയസ് ഒരു ടോപ്പിക്കിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും നേരം കൊണ്ട് 13 ചാപ്റ്റേഴ്സും അതിൻ്റെ സബ് ടോപ്പിക്കുകളുമായിട്ട് ഞാൻ എന്താണ് സിലബസ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു. ഇത് വളരെ ക്ലിയർ ആയെന്ന് കരുതുന്നു. നിങ്ങൾ ഒരുപക്ഷെ സയൻസിൻ്റെ അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ സിലബസ് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നും ഇങ്ങനെ ഒരു സിലബസ് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പോലും അതിനകത്ത് സിലബസ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയത്തില്ല. ഈ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് വെറുതെ ഒരു സിലബസ് പറഞ്ഞതല്ല, ഇത് ഇത്രയും നാളെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന എക്സാം പാറ്റേണും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെയും ബേസ് ചെയ്ത് ടോപ്പിക്കുകൾ ഡിവൈഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് എടുത്തതിനെ ബേസ് ചെയ്താണ് ഇത്രയും ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞത്. അതായത് എവിടെയെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സിലബസിനുള്ളിൽ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇത്രയും പറയുന്നത്. മാത്രമല്ല ഇത് NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന ടോപ്പിക്കുകളായിട്ട് നമുക്കിത് കരുതാൻ പറ്റും, ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. അപ്പോൾ ടൈം മാനേജ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എക്സാംസിന് NCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ പഠിക്കുക, അങ്ങനെ പഠിക്കാൻ പറ്റുന്നവർ, അല്ലാത്തവർക്ക് അത് വളരെ കുറച്ച് വലിയൊരു ടാസ്ക് ആണ് ആക്ച്വലി ഈ NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് പഠിക്കുന്നത്. അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കാണെന്ന് തോന്നുന്നില്ല. പക്ഷേ അത് പഠിച്ചാൽ വളരെ ക്ലാരിറ്റിയോടുകൂടി, കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണെങ്കിലും കുറച്ച് ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് കൺസെപ്റ്റ്സ് ഒക്കെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക്. അപ്പോൾ ഇനി ഞാൻ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ്, യൂണിറ്റ്സ്. 1ാമത്തെ ചാപ്റ്റർ എന്ന് ഞാൻ പറഞ്ഞു യൂണിറ്റ്സ് എന്നാണ് പറഞ്ഞത്. യൂണിറ്റ്സ്, മെഷർമെന്റ്സ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഫസ്റ്റ് ചാപ്റ്ററിനെ ബേസ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഉത്തരം അറിയാമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കമന്റ് ചെയ്യാം. ഇതിന്റെ ഉത്തരം അറിയാമെങ്കിൽ കമന്റ് ചെയ്യാം. 1ാമത്തെ ചോദ്യം, ന്യൂട്ടൺ ഈസ് ദ യൂണിറ്റ് ടു മെഷർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, നിങ്ങൾക്ക് അറിയാം. ഇത് വലിയ അറിവൊന്നും വേണ്ട, ഇതിനെപ്പറ്റിയുള്ള ബേസിക് ഐഡിയ ഒന്നും ഇല്ലാത്തവർക്കും ബേസിക്കലി ഈ ഫിസിക്സ് പഠിച്ചിട്ടുള്ളവർക്കും ഒക്കെ മനസ്സിലാവുന്ന ഏറ്റവും ബേസിക് ചോദ്യമാണ്. ന്യൂട്ടൺ എന്തിൻ്റെ യൂണിറ്റ് ആണ്? ന്യൂട്ടൺ ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ്. ആർക്കും സംശയമൊന്നുമില്ല, ഫോഴ്സ് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ആണ്. അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് ചോദിച്ചാൽ ഏതാണ്? വാട്ട്. ഉത്തരം അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേ. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. പ്രഷറിൻ്റെ യൂണിറ്റ് പാസ്കല് അല്ലെങ്കിൽ നമ്മൾ
ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയും. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെയാണ് പാസ്കൽ എന്ന് പറയുന്നത്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം. ഓം അല്ലേ, ഇങ്ങനെ സിമ്പിളിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പം ഒന്നാമത്തെ ചോദ്യം സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു, ന്യൂട്ടൺ. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അറിയാവുന്ന ഒരു കമന്റ് ചെയ്തേ പെട്ടെന്ന്. രണ്ടാമത്തെ ചോദ്യം വലിയൊരു ചോദ്യമാണ്, പക്ഷെ ഒന്നുമില്ല, ഒരു കാര്യമില്ല ഈ ചോദ്യത്തിനകത്ത്. വലിയൊരു ചോദ്യമാണ്, പക്ഷേ ഈ ചോദ്യത്തിനകത്ത് ഒരു കാര്യമില്ല, സിമ്പിളായിട്ട് ഉത്തരം കിട്ടും. വായിക്കാൻ പറ്റുന്നുണ്ടോ? വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ്. ഇത്രയും കാര്യം ആക്ച്വലി വെറുതെ തന്നിരിക്കുന്ന, അത് കഴിഞ്ഞിട്ടുള്ളതാണ് യഥാർത്ഥ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ യൂണിറ്റ് ഓഫ് വർക്ക്? വർക്കിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ സമയം കളയാൻ വേണ്ടിയാണ് ഈ 3 സെന്റൻസ് തന്നിരിക്കുന്നത്. നിങ്ങളുടെ സമയം വെറുതെ കളയാൻ വേണ്ടിയാണ്. അപ്പൊ യൂണിറ്റ്, വർക്കിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. നോട്ട് എ യൂണിറ്റ് ഓഫ് വർക്ക് അല്ലെങ്കിൽ എനർജി, ഇത് രണ്ടും നമുക്ക് സെയിം ആയിട്ട് കൺസിഡർ ചെയ്യാം. രണ്ടിന്റെ യൂണിറ്റ് സെയിം ആയതുകൊണ്ട് വർക്കിന്റെ അല്ലെങ്കിൽ എനർജിയുടെ യൂണിറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഉത്തരം പറയാം. അറിയാവുന്ന ഒരു ഉത്തരം പറഞ്ഞേ. ഒന്ന് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആദ്യത്തത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണോ? രണ്ട് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ആണോ? ഓപ്ഷൻ സി ന്യൂട്ടൺ മീറ്റർ. ഓപ്ഷൻ ഡി ജൂൾ. ഇതിലേതാണ് വർക്കിന്റെ യൂണിറ്റ് അല്ലാത്തത്? നമുക്കറിയാം വർക്കിന്റെ യൂണിറ്റ് ആണ് ജൂൾ, അതിന് സംശയമൊന്നുമില്ല. അപ്പം ഓപ്ഷൻ ഡി അല്ല, ജൂള് യൂണിറ്റ് ആണ്, നമുക്കറിയാം. ജൂള് വർക്കിന്റെ യൂണിറ്റ് ആണ്, വർക്കിന്റെ അല്ലെങ്കിൽ എനർജിയുടെ യൂണിറ്റ് ആണ്. അതുപോലെ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, കിലോഗ്രാം മാസിന്റെ യൂണിറ്റ് ആണ്. അതുപോലെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സലറേഷന്റെ യൂണിറ്റ് ആണ്. മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്താണ്? ഫോഴ്സ് ആണ്. അപ്പൊ ഇത് എന്തിന്റെ യൂണിറ്റ് ആണ്? ഇത് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ തന്നെ ഉത്തരം കിട്ടി. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അതായത് വർക്കിന്റെ യൂണിറ്റ് അല്ല, ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അത്രയും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ആൻസർ ആയി. ഇനി ബാക്കിയുള്ളതെല്ലാം അപ്പം ബിയും സിയും വർക്കിന്റെ യൂണിറ്റ് ആവണം. അപ്പൊ ബി വരുന്നത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതായത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന്റെ കൂടെ ഒരു മീറ്ററും കൂടെ വന്നു, അത്രേ ഉള്ളൂ. മുകളിലത്തെ ഫോഴ്സിന്റെ കൂടെ ഒരു മീറ്ററും കൂടെ വന്നു അല്ലേ? അതായത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മുകളിലുണ്ട്, അതിന്റെ കൂടെ ഒരു മീറ്ററും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ഫോഴ്സ് ഇൻറ്റു മീറ്റർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് വർക്ക് ഡൺ. നമ്മളിത് ടോപ്പിക് വൈസ് പഠിക്കുന്നതാണ്. ഇപ്പോൾ അറിയാത്തവർ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട, ടോപ്പിക്ക് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതും വർക്കിന്റെ യൂണിറ്റ് ആണ്. ന്യൂട്ടൺ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. മീറ്റർ എന്തിൻ്റെ യൂണിറ്റ് ആണ്? ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് വർക്ക് ഡൺ. അപ്പൊ ഇതും വർക്കിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്തിന്റെ യൂണിറ്റ് ആണ്? ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂട്ടൺ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ വിളിക്കുന്ന പേരാണ് ന്യൂട്ടൺ. മനസ്സിലായോ? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി കൃത്യമായിട്ട് പറഞ്ഞുതരാം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ്, നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമുള്ളൂ. ഉത്തരം നിങ്ങൾ പറ. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. യൂണിറ്റ് ഓഫ് ഫോഴ്സ് നമ്മൾ ന്യൂട്ടൺ എന്നല്ലേ പഠിച്ചേക്കുന്നത്? യൂണിറ്റ് ഓഫ് ഫോഴ്സ് ന്യൂട്ടൺ എന്നാണ് കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഓപ്ഷനിൽ ന്യൂട്ടൺ ഇല്ല. അപ്പോൾ ഉത്തരം പറഞ്ഞേ, ഓപ്ഷൻ ഏതാണ്? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ന്യൂട്ടൺ അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -2 എന്നാണ്. അത് തന്നെയാണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞേ. നാലാമത്തെ ചോദ്യം പറഞ്ഞേ. വാട്ട് ഈസ് മെഷേർഡ് ഇൻ ജൂൾസ്? ജൂൾസിൽ മെഷർ ചെയ്യുന്നത് എന്തൊക്കെയാ? ജൂൾസിൽ മെഷർ ചെയ്യുന്നത് നമുക്കറിയാം വർക്ക്, എനർജി. ഇത് രണ്ടും ജൂൾസിലാണ്. വർക്ക്, എനർജി. ഓപ്ഷനിൽ ഏതാ ഉള്ളത്? എനർജി ഉണ്ട്. സോ ഓപ്ഷൻ എ ആണ്. ജൂളിൽ മെഷർ ചെയ്യുന്നത് വർക്ക് അല്ലെങ്കിൽ എനർജി. അടുത്ത ചോദ്യം. ഹെൻറി പെർ മീറ്റർ ഈസ് ദ യൂണിറ്റ് ഓഫ്. ഉത്തരം പറഞ്ഞു. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വെറുതെ എടുത്ത ചോദ്യമല്ല. RRBയുടെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞു ഹെൻറി പെർ മീറ്റർ ഈസ് ദ യൂണിറ്റ് ഓഫ്. ഉത്തരം പറഞ്ഞോളൂ പെട്ടെന്ന്. ഉത്തരം അറിയുന്നവർ കമന്റ് ചെയ്തോളൂ. ഉത്തരം ഏതാണ് ശരി ഉത്തരം? ഹെൻറി പെർ മീറ്റർ ഈസ് ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് പെർമിയബിലിറ്റിയുടെ യൂണിറ്റ് ആണ് കേട്ടോ. അത് ശ്രദ്ധിക്കണം. ഹെൻറി പെർ മീറ്റർ ഈസ് ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി. ആറാമത്തെ ചോദ്യം.
എ ലൈറ്റ് ഇയർ ഇസ് ദ യൂണിറ്റ് ഓഫ്. ലൈറ്റ് ഇയർ എന്തിൻ്റെ യൂണിറ്റ് ആണ്? ലൈറ്റ് ഇയർ. ലൈറ്റ് ഇയർ ഓപ്ഷൻസ്: ടൈം, ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്, മാസ്, ഡിസ്റ്റൻസ്. ടൈമിൻ്റെ യൂണിറ്റ് ആണോ ലൈറ്റ് ഇയർ? ഇയർ, വർഷം എന്നൊക്കെ കേൾക്കും. ലൈറ്റ് ഇയർ എന്ന് കേൾക്കുമ്പോൾ ഇയർ എന്ന് കേൾക്കുകൊണ്ട് പെട്ടെന്ന് വർഷമാണോ അല്ലെ ടൈം ആണോ? ടൈം ആണോ? അല്ല, ലൈറ്റ് ഇയർ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. ക്ലാരിറ്റിയോട് പഠിച്ചു വെച്ചോളൂ. ലൈറ്റ് ഇയർ ലൈറ്റ് ഒരു വർഷം കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ്. ലൈറ്റ് ഇയർ ലൈറ്റ് ഒരു വർഷം കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ്. അതിന്റെ വാല്യൂ കൂടി പഠിച്ചു വെക്കണം. 9.47 ഇൻറ്റു 9.47 ഇൻറ്റു 10⁻15 മീറ്റർ. 9.47 ഇൻറ്റു 10⁻15 മീറ്റർ. വാല്യൂ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, ഈ ഒരു വാല്യൂ കൃത്യമായിട്ട് ഓർത്ത് വെച്ചാൽ ശ്രമിക്കുക. അപ്പം ലൈറ്റ് ഇയർ, ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എത്രയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. അപ്പം ലൈറ്റ് ഇയർ എന്ന് വെച്ചാൽ എന്താണ്? ലൈറ്റ് ഇയർ ലൈറ്റ് ഒരു വർഷത്തിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ്. ലൈറ്റ് ഒരു വർഷത്തിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ ഇതെല്ലാം വളരെ വലിയ ഡിസ്റ്റൻസുകൾ മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ആണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് വളരെ വലിയ ഡിസ്റ്റൻസ്, അസ്ട്രോണമിക്കൽ ഡിസ്റ്റൻസുകൾ, സ്റ്റാർസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസുകൾ, ഇതെല്ലാം മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ റെഡിയല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ടോപ്പിക്ക് പഠിച്ചിട്ടേ നമുക്കിത് പഠിക്കാൻ പറ്റൂ എന്നൊന്നും ആരും കരുതണ്ട. നമ്മൾ ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് നോക്കി പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അടുത്ത ചോദ്യം: വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് പവർ ഓഫ് എ ലെൻസ് കോൾഡ്? ഉത്തരം പറഞ്ഞോളൂ. പവർ ഓഫ് എ ലെൻസ്. വെറുതെ പവറിൻ്റെ യൂണിറ്റ് ചോദിച്ചാൽ, പവറിൻ്റെ യൂണിറ്റ് എന്ന് വെറുതെ ചോദിച്ചാൽ വാട്ട്. പവറിൻ്റെ യൂണിറ്റ് ചോദിച്ചാൽ വാട്ട് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ്. പവറിൻ്റെ യൂണിറ്റ്. ഇത് പവർ ഓഫ് ലെൻസ് ആണ് ചോദിച്ചത്. ലെൻസിന്റെ പവർ ചോദിച്ചാൽ ഡയോപ്റ്റർ ആണ്. പവർ ഓഫ് ലെൻസ് ചോദിച്ചാൽ ഡയോപ്റ്റർ ആണ് കേട്ടോ. പവർ ഓഫ് ലെൻസ് ഡയോപ്റ്റർ. അടുത്ത ചോദ്യം: വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ഹാസ് ദ SI യൂണിറ്റ് ആസ് കാൻഡല? കാൻഡല SI യൂണിറ്റ് ഏത് ക്വാണ്ടിറ്റിയുടെയാണ്? ഇമ്പൾസ്, വെലോസിറ്റി, ഫോഴ്സ്, അതുപോലെ ലൂമിനസ് ഇൻറ്റൻസിറ്റി. കാൻഡല ഇതൊരു SI യൂണിറ്റ്സിലെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ലൂമിനസ് ഇൻറ്റൻസിറ്റി ആണ് കേട്ടോ. ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ SI യൂണിറ്റ് ആണ് കാൻഡല. ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ SI യൂണിറ്റ് ആണ് കാൻഡല. ഇനി ഇമ്പൾസ് ആണെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ടൈം, സോ ന്യൂട്ടൺ സെക്കൻഡ്. ഇമ്പൾസിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ്. വെലോസിറ്റി ആണെങ്കിലോ മീറ്റർ പെർ സെക്കൻഡ്. ഫോഴ്സ് ആണെങ്കിലോ ന്യൂട്ടൺ. ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് കാൻഡല. അടുത്ത ചോദ്യം: SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, കൂളുമാണ് ഇലക്ട്രിക് ചാർജിന്റെ SI യൂണിറ്റ്. അപ്പോൾ വോൾട്ട് എന്തിന്റെ യൂണിറ്റ് ആണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് ആണ് വോൾട്ട്. കിലോഗ്രാം നമുക്കറിയാം, മാസിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം. കെൽവിൻ എന്തിന്റെ യൂണിറ്റ് ആണ്? ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ആണ് കെൽവിൻ. അപ്പോൾ വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. കൂളുമാണ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ചോദിച്ചാലോ? ഇലക്ട്രിക് കറണ്ട് ആംപിയർ ആണ് കേട്ടോ. ഇലക്ട്രിക് കറണ്ട് ആംപിയർ ആണ്. അടുത്ത ചോദ്യം: വിച്ച് യൂണിറ്റ് ഈസ് ഈക്വൽ ടു യൂണിറ്റ് ഓഫ് എനർജി? എനർജിയുടെ യൂണിറ്റിന് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ക്വാണ്ടിറ്റി ഏതെന്നാണ് ചോദിച്ചത്. എനർജി നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. എനർജിയും വർക്കും രണ്ടിൻ്റെ യൂണിറ്റ്സ് സെയിം ആണ്. അപ്പോൾ ഇവിടെ വർക്ക് ഉണ്ടോ? ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ സി വർക്ക് സെയിം ആണല്ലോ. എനർജിയുടെയും വർക്കിൻ്റെയും യൂണിറ്റുകൾ സെയിം ആണ്. അടുത്ത ചോദ്യം നോക്കാം. 1 അറ്റ്മോസ്ഫിയർ ഈസ് ഈക്വൽ. ഇത് മെഷർമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. യൂണിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കിയത്. ഇതിനി മെഷർമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് 1 അറ്റ്മോസ്ഫിയർ ഈസ് ഈക്വൽ ടു, ഒരു അറ്റ്മോസ്ഫറിക് പ്രഷർ എത്രയാണെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 1 അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ അറ്റ്മോസ്ഫറിക് പ്രഷർ എത്രയാണെന്നാണ് 1 ATM എന്നായിരിക്കും ചിലപ്പം റെപ്രസെന്റ് ചെയ്യുന്നത്. 1 ATM 1 അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ വാല്യൂ കാണാതെ പഠിച്ചോളുക. 1.01 ഇൻറ്റു 10⁵5 പാസ്കൽ. വാല്യൂ ക്ലിയർലി പഠിച്ചു വെച്ചോളുക. 1.01 ഇൻറ്റു 10⁵5 പാസ്കൽ ഉണ്ടോ? 1.01 ഇൻറ്റു 10⁵5 പാസ്കൽ. എല്ലാ ഓപ്ഷൻസ് കണ്ടാൽ എല്ലാം ശരിയാന്ന് തോന്നും, പക്ഷേ അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ 10.1 ആണ്, ഇവിടെ 1.1 ഇൻറ്റു 10⁶ ആണ്, ഇവിടെ 10.1 ഇൻറ്റു 10⁶ ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് 1.01 ഇൻറ്റു 10⁵5 പാസ്കൽ. അടുത്ത ചോദ്യം: ഒരു ഹോഴ്സ് പവർ, കുതിരശക്തി എന്ന് മലയാളത്തിൽ പറയും, 1 HP. ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എത്രയാണ്? എത്ര വാട്ടാണ്? ഓപ്ഷൻ എല്ലാം കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും, പക്ഷേ 746 വാട്ട്.
ഈ ഓപ്ഷനിലേക്ക് നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എല്ലാ ഓപ്ഷനും കൺഫ്യൂഷൻ ഉണ്ടാകും. 764, 746, 768, 786. അപ്പോൾ 746 വാട്ടാണ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ്. ഇനി അടുത്ത ചോദ്യം, 1 കിലോ വാട്ട് അവർ ഈസ് ഈക്വൽ ടു 1 കിലോ വാട്ട് ഹവർ ഈസ് ഈക്വൽ ടു. ആദ്യം തന്നെ പറയട്ടെ, കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് എന്താണ്? എനർജിയുടെ യൂണിറ്റ് ആണ്. ഇലക്ട്രിക്കൽ എനർജിയുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ആണ്. ഇലക്ട്രിക്കൽ എനർജിയുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ആണ് 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ കാണാതെ പഠിക്കേണ്ടതാണ്. 3.6 ഇൻറ്റു 10⁻⁶ ജൂൾസ്. 3.6 ഇൻറ്റു 10⁻⁶ ജൂൾസ് ഉണ്ടോ? ഓപ്ഷൻ സി. 3.6 ഇൻറ്റു 10⁻⁶ ജൂൾസ്. 3.6 ഇൻറ്റു 10⁻⁶ ജൂൾസ്. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം, 1 പൈക്കോമീറ്റർ ഇസ് ഈക്വൽ ടു. ഒരു പൈക്കോമീറ്റർ എന്ന് പറയുന്നത്, ഇത് പ്രിഫിക്സുകൾ, നമ്മൾ പ്രിഫിക്സുകൾ പഠിക്കാനുണ്ട്. അത് യൂണിറ്റ്സിനകത്ത് വരുന്നത് പ്രിഫിക്സുകൾ. അതായത് ഇപ്പോൾ മീറ്ററിന്റെ മുമ്പിൽ നമ്മൾ കിലോ എന്ന ഒരു പ്രിഫിക്സ് കൊണ്ടുവച്ചാൽ അത് കിലോമീറ്റർ ആയി. അപ്പോൾ കിലോ എന്ന് പറയുന്ന പ്രിഫിക്സിന് ഒരു മീനിങ് ഉണ്ട്. അതായത് 1000 എന്നാണ് കിലോയുടെ അർത്ഥം, അല്ലെങ്കിൽ 10⁻3. അതുപോലെ പൈക്കോയ്ക്ക് ഉണ്ട്, അതുപോലെ മൈക്രോ ഉണ്ട്, നാനോ ഉണ്ട്. ഇതെല്ലാം നമ്മൾ കേട്ടിരിക്കുന്ന പ്രിഫിക്സുകളാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന പൈക്കോ എന്ന് വെച്ചാൽ എത്രയാണ്? 1 പൈക്കോമീറ്റർ. അപ്പൊ പൈക്കോ എന്ന് വെച്ചാൽ 10⁻⁻12 മീറ്റർ ആണ് ഒരു പൈക്കോമീറ്റർ. 10⁻⁻12 മീറ്റർ ആണ് ഒരു പൈക്കോമീറ്റർ. മൈക്രോമീറ്റർ എന്ന് വെച്ചാൽ 10⁻⁻6, നാനോമീറ്റർ 10⁻⁻9, പൈക്കോ 10⁻⁻12. 10⁻⁻12. അപ്പോൾ ആ വാല്യൂസ് ഒക്കെ പഠിക്കാനുള്ളതാണ്. ചോദ്യം, എ പർട്ടിക്കുലർ ഹൗസ് ഹോൾഡ് ഹാസ് കൺസ്യൂംഡ് 100 യൂണിറ്റ്സ് ഓഫ് എനർജി ഡ്യൂറിങ് 5 days. ഹൗ മച്ച് എനർജി ഈസ് കൺവേർട്ടഡ് ടു ജൂൾസ്? 100 യൂണിറ്റ്. നിങ്ങൾ വീടുകളിലൊക്കെ കറണ്ട് ബില്ല് മെഷർ ചെയ്യാൻ വരുമ്പം ഇത്ര യൂണിറ്റ് എനർജി സ്പെൻഡ് ചെയ്തു എന്ന് പറയാറുണ്ട് അല്ലേ? 300 യൂണിറ്റ്, 500 യൂണിറ്റ്. ഇവിടെ പറയുന്നത് 100 യൂണിറ്റ് എനർജി സ്പെൻഡ് ചെയ്തു. 100 യൂണിറ്റ്, അതായത് 100 യൂണിറ്റ് എന്ന് വെച്ചാൽ 100 കിലോ വാട്ട് ഹവർ ആണ് അവിടെ യൂസ് ചെയ്തത്. 100 കിലോ വാട്ട് ഹവർ. അപ്പോൾ 1 കിലോ വാട്ട് ഹവർ എത്രയാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. 1 കിലോ വാട്ട് ഹവർ എന്ന് പറയുന്നത് എത്രയാണെന്ന് പഠിച്ചു, ഓർമ്മയുണ്ടോ? 3.6 ഇൻറ്റു 10⁻⁶ ജൂൾസ്. അങ്ങനെയാണെങ്കിൽ 100 കിലോ വാട്ട് ഹവർ എന്ന് വെച്ചാൽ 100 ഇൻറ്റു 3.6 ഇൻറ്റു 10⁻⁶ ജൂൾസ്. അപ്പോൾ എത്ര വാല്യൂ വരും? 3.6 ഇൻറ്റു 10⁸ ജൂൾസ്. അപ്പോൾ ഇതാണ് ശരി ഉത്തരം. 3.6 ഇൻറ്റു 10⁸ ജൂൾസ്. ഉത്തരം ഉണ്ടോ? ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി. 3.6 ഇൻറ്റു 10⁸ ജൂൾസ്. ക്ലിയർ ആണോ? എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം, വിച്ച് ഇൻസ്ട്രുമെന്റ് ഇസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഓൺ ആൻ ഒബ്ജക്റ്റ്? ഒരു ഒബ്ജക്റ്റിലുള്ള ഇലക്ട്രിക് ചാർജിന്റെ പ്രസൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഇലക്ട്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോസ്കോപ്പ്. ആംപിയർ മീറ്റർ, ആംപിയർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇലക്ട്രിക് കറണ്ട് എന്ന് മനസ്സിലാക്കാം. ഓം മീറ്റർ റെസിസ്റ്റൻസ് മെഷറുമായിട്ട് ബന്ധപ്പെട്ടാണ്. മൾട്ടിമീറ്റർ റെസിസ്റ്റൻസും പൊട്ടൻഷ്യൽ ഡിഫറൻസും ഒക്കെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ഇലക്ട്രോസ്കോപ്പാണ് ചാർജിന്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത്, വാട്ട് ഡസ് എ ഹൈഗ്രോമീറ്റർ? ഹൈഗ്രോ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹ്യൂമിഡിറ്റി മെഷർമെന്റ് ആണ് കേട്ടോ. ഹൈഗ്രോ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഹൈഗ്രോമീറ്റർ ഹ്യൂമിഡിറ്റി മെഷർമെന്റ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു മെഷർ റിലേറ്റീവ്ലി ഹൈ ടെമ്പറേച്ചർ സച്ച് ആസ് ആർ എൻകൗണ്ടർഡ് ഇൻ ഫർണസസ്? വളരെ വലിയ ടെമ്പറേച്ചറുകൾ മെഷർ ചെയ്യാൻ വേണ്ടി, വളരെ വലിയ ടെമ്പറേച്ചേഴ്സ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പൈറോമീറ്റർ. പൈറോ എന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചേഴ്സ് എന്നാണ് അർത്ഥം. പൈറോ എന്ന വാക്ക് കണ്ടാൽ തന്നെ ഹൈ ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ ക്രയോ എന്ന വാക്ക് കേൾക്കുമ്പോൾ ലോ ടെമ്പറേച്ചേഴ്സ്, അതായത് വളരെ കുറഞ്ഞ ഊഷ്മാവ്, കുറഞ്ഞ ടെമ്പറേച്ചർ ആണ് ക്രയോ. പൈറോ എന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചർ. ഈ രണ്ട് ടേംസ് ഒന്ന് ഓർത്തു പോവുക. അടുത്ത ടാക്കോമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇൻസ്ട്രുമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ടാക്കോമീറ്റർ എന്തിന് യൂസ് ചെയ്യുന്നു? ടാക്കോമീറ്റർ RPM മെഷർ ചെയ്യാനാണ്. റൊട്ടേഷൻസ് പെർ മിനിറ്റ്. RPM എന്ന് വെച്ചാൽ റൊട്ടേഷൻസ് പെർ മിനിറ്റിന്റെ ഷോർട്ട് ഫോം ആണ് RPM. RPM മെഷർ ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ടാക്കോമീറ്റർ യൂസ് ചെയ്യുന്നത്. RPM റൊട്ടേഷൻസ് പെർ മിനിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ടാക്കോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, അമ്മീറ്റർ ഇലക്ട്രിക് കറണ്ട്, ഓം മീറ്റർ എന്തിന് യൂസ് ചെയ്യുന്നു? ഇതൊരു അനലോഗി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അമ്മീറ്റർ എന്തിന് യൂസ് ചെയ്യുന്നു?
ഇലക്ട്രിക് കറണ്ടിന് മെഷർ ചെയ്യാനല്ലേ യൂസ് ചെയ്യുന്നത്. ഓം മീറ്റർ ക്വസ്റ്റ്യൻ മാർക്ക്. ഉത്തരം പറഞ്ഞേ. ഓം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഉത്തരം കിട്ടി. റെസിസ്റ്റൻസ്. ഓം റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. സോ ഉത്തരം റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ചെയ്തു. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പം തന്നെ ഡിസ്കസ് ചെയ്തു. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ക്വസ്റ്റ്യൻസും റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പം ഇത്രയും ടൈം കൊണ്ട് മെഷർ ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇനിയും ക്ലിയർ ആയെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യം നോക്കാം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി? ഞാൻ നേരത്തെ പറഞ്ഞു, സിലബസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, സ്കേലാർ ക്വാണ്ടിറ്റിയുടെ എക്സാമ്പിൾസ് നമുക്കറിയണം, വെക്ടറിന്റെ എക്സാമ്പിൾസ് അറിയണം. പ്രഷർ, ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സ്, മൊമെന്റം. ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, അതായത് ഡയറക്ഷൻ ഉള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഫോഴ്സ്. മൊമെന്റവും വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്പ്ലേസ്മെന്റും വെക്ടർ ക്വാണ്ടിറ്റിയാണ്. പ്രഷർ ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. പ്രഷർ ആണ് ഉത്തരം. പ്രഷർ സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഓപ്ഷൻ എ ആണ്. പ്രഷറിന് ഡയറക്ഷൻ ഇല്ല, അതുകൊണ്ടാണ് അതിനെ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. പ്രഷറിന് ഡയറക്ഷൻ ഇല്ല, അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്? മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അളവ്, ഡയറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിശ, അല്ലെ? ദിശയും അളവും ഉള്ളത് ഏതാണെന്ന്, അതായത് വെക്ടർ ക്വാണ്ടിറ്റി ഏതാണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വെക്ടർ ക്വാണ്ടിറ്റി? മാസ് സ്കേലാർ ആണ്, അപ്പൊ ഇതല്ല. ഡിസ്റ്റൻസ് സ്കേലാർ ആണ്, ഇതല്ല. സ്പീഡ് സ്കേലാർ ആണ്, ഇതല്ല. അപ്പോൾ ഉത്തരം മൊമെന്റം ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. മൊമെന്റത്തിന് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഉത്തരം മൊമെന്റം. അടുത്ത ചോദ്യം, ഇൻ വർക്കിന്റെ കാര്യമാണ് പറയുന്നത്. ഓപ്ഷൻ നോക്കിയേ, ഇൻ വർക്ക് എന്ന് മാത്രമേ ഉള്ളൂ ചോദ്യം. ദർ ഇസ് നോ ഡയറക്ഷൻ, ഒൺലി ഹാവ് മാഗ്നിറ്റ്യൂഡ്. ശരിയാണോ? നോക്കാം. ദർ ആർ നോ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതല്ല എന്തായാലും. ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡ്, വർക്കിന് എന്തായാലും മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അളവുണ്ട്. നമുക്കറിയാം എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും അളവുണ്ട്. അപ്പോൾ അതല്ല. ഓപ്ഷൻ സി, ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഇസ് പ്രസന്റ്. തെറ്റാണ്. മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അളവ്, ഡയറക്ഷൻ ഇല്ല. ഒൺലി ഡയറക്ഷൻ, നോ മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് എന്തായാലും ഇല്ലായിരിക്കത്തില്ല, അപ്പോൾ ഇതുമല്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നോ ഡയറക്ഷൻ, ഒൺലി ഹാവ് മാഗ്നിറ്റ്യൂഡ്. അളവുണ്ട്, ഡയറക്ഷൻ ഇല്ല, അതായത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. വർക്ക് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. വർക്ക്, എനർജി, ഇത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി കുറച്ച് കാര്യം കൂടെ, 2 ഫാക്ട്സ് ഞാൻ ഇവിടെ കാണിച്ചേക്കുന്നു. ഒന്ന്, ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫിസിക്സ്, അന്താരാഷ്ട്ര ഫിസിക്സ് വർഷമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 2005, 2005. ഇന്റർനാഷണൽ ഇയർ ഫോർ ഫിസിക്സ് 2005. അതുപോലെ ഇന്റർനാഷണൽ ഇയർ ഫോർ കെമിസ്ട്രി എന്നാണെന്ന് ചോദിച്ചാൽ 2011. അപ്പോൾ ഈ 2 വർഷവും നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. GK പോയിന്റിൽ നമുക്ക് വേണ്ട ഒരു ചോദ്യമാണ്. അപ്പോൾ അന്താരാഷ്ട്ര വർഷങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്ന യുണൈറ്റഡ് നേഷൻസ് ആണെന്ന് നമുക്കറിയാം. യുണൈറ്റഡ് നേഷൻസ് ഓരോ വർഷവും ഓരോ പ്രത്യേകതയുള്ള വർഷമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫിസിക്സ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് 2005 ആണ്. അതിന് കാരണം 100 വർഷം മുമ്പ് 1905 ഐൻസ്റ്റീൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പബ്ലിഷ് ചെയ്യുന്നു. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ആ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. ഐൻസ്റ്റീൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ 100th ആനിവേഴ്സറി ആയിട്ടാണ്, 100ാം വാർഷികമായിട്ടാണ്, 100th ആനിവേഴ്സറി ആയിട്ടാണ് എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? 100th ആനിവേഴ്സറി ആയിട്ടാണ് 2005 ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫിസിക്സ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ 2011 ഇന്റർനാഷണൽ ഇയർ ഓഫ് കെമിസ്ട്രി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് മേരി ക്യൂറി. അറിയാമോ മേരി ക്യൂറി? ആരാണ് മേരി ക്യൂറി? ആദ്യമായിട്ട് നോബൽ പ്രൈസ് കിട്ടുന്ന വനിത, ഫസ്റ്റ് വുമൺ നൊബേൽ ലോറേറ്റ് ആണ് മേരി ക്യൂറി. അതുപോലെ തന്നെ 2 തവണ മേരി ക്യൂറിക്ക് 2 തവണ നോബൽ പ്രൈസ് കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന ആദ്യത്തെ വ്യക്തിയാണ്. അപ്പം 2ാമത്തെ നോബൽ പ്രൈസ് മേരി ക്യൂറിക്ക് കിട്ടുന്ന വർഷം 1911. അതിൻ്റെ 100th ആനിവേഴ്സറി ആണ്. 100th ആനിവേഴ്സറി മേരി ക്യൂറിക്ക് സെക്കൻഡ് നോബൽ പ്രൈസ് കിട്ടുന്നതിൻ്റെ 100th ആനിവേഴ്സറി ആയിട്ടാണ് 2011 ഇന്റർനാഷണൽ ഇയർ ഓഫ് കെമിസ്ട്രി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ നോബൽ പ്രൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എക്സാം പോയിന്റിൽ. അപ്പോൾ അതാണ് ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി ഇവിടെ പറയാൻ പോകുന്നത്. ഇനി ആദ്യത്തെ നോബൽ പ്രൈസ് വിന്നേഴ്സിന്റെ പേരാണ് ഇവിടെ, ഫസ്റ്റ് നൊബേൽ പ്രൈസ് വിന്നേഴ്സിന്റെ പേരാണ് ഇവിടെ. ഒന്ന്, ഫിസിക്സിന് ആദ്യമായിട്ട് നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചാൽ വില്യം റോൺജൻ.
ഫസ്റ്റ് നൊബേൽ പ്രൈസ് വിന്നർ ഇൻ ഫിസിക്സ് ആരാണെന്ന് ചോദിച്ചാൽ അത് വില്യം റോൺജൻ. എക്സ്റേ കണ്ടുപിടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ പേര് നമ്മൾ ഓർക്കാറുണ്ട്. വില്യം റോൺജൻ ആണ് ആദ്യമായിട്ട് ഫിസിക്സിന് നോബൽ പ്രൈസ് കിട്ടിയത്. ആദ്യമായിട്ട് കെമിസ്ട്രിക്ക് നോബൽ പ്രൈസ് കിട്ടിയ ആളുടെ പേരാണ് ജേക്കബസ് വാൻഡ് ഹോഫ്. വാൻഡ് ഹോഫിനാണ് സെക്കൻഡ് നോബൽ പ്രൈസ് കിട്ടിയത്. സോറി, സെക്കൻഡ് നോബൽ പ്രൈസ് അല്ല, കെമിസ്ട്രിക്ക് ആദ്യമായിട്ട് നോബൽ പ്രൈസ് കിട്ടിയത്. മൂന്നാമത്തെ ആള് എമിൽ വോൺ ബെറിങ്. ഇദ്ദേഹമാണ് മെഡിസിൻ അല്ലെങ്കിൽ ഫിസിയോളജിക്ക് നോബൽ പ്രൈസ് കിട്ടുന്നത്, ആദ്യമായിട്ട് മെഡിസിൻ അല്ലെങ്കിൽ ബയോമെഡിക്കൽ സയൻസിന് കിട്ടുന്നത്. നാലാമത്തെ ആള് സുല്ലിപ്രദോം ലിറ്ററേച്ചറിന്റെ നോബൽ പ്രൈസ് ആദ്യമായിട്ട് കിട്ടുന്നത് സുല്ലിപ്രദോമാണ്. അടുത്തത് അഞ്ചാമത്തത് പീസ് നോബൽ പ്രൈസ് കിട്ടിയ ആളുകളാണ് ഹെൻറി ഡ്യുനാൻഡ് ആൻഡ് ഫ്രെഡറിക് പാസി. ഈ പേര് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റെഡ് ക്രോസിന്റെ ഫൗണ്ടേഴ്സ് ആണ് ഹെൻറി ഡ്യുനാൻഡ് ആൻഡ് ഫ്രെഡറിക് പാസി. പീസ് നോബൽ പ്രൈസ് ആദ്യമായിട്ട് കിട്ടുന്നത്. ഇനി ആറാമത് കാണിക്കുന്നത് എക്കണോമിക്സിന്റെ നോബൽ പ്രൈസ് ആദ്യമായിട്ട് കിട്ടുന്ന ആൾക്കാരുടെ പേരാണ്. അത് 1968 ആദ്യത്തെ നോബൽ പ്രൈസ് കൊടുക്കുന്നത്. അതാരൊക്കെയാണ്? ജാൻ ടിംബർജൻ ആൻഡ് റാഗ്നർ ഫ്രിഷ്. 1968 ആദ്യത്തെ എക്കണോമിക്സ് നോബൽ പ്രൈസ് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ നോബൽ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരുടെ പേരുകൾ പറഞ്ഞത്. ഇനി അടുത്ത 2-3 പേഴ്സണാലിറ്റീസ് ഇവിടെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലിനസ് പൗളിങ്. എന്താ പ്രത്യേകത? ലിനസ് പൗളിങ്ങിന്റെ പ്രത്യേകത നോബൽ പ്രൈസ് കെമിസ്ട്രിക്കും അതുപോലെ പീസിനും സമാധാനത്തിനും നോബൽ പ്രൈസ് കിട്ടിയത്. കെമിസ്ട്രിക്കും സമാധാനത്തിനും നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കാണ്? ലിനസ് പൗളിങ്ങിനാണ്. അടുത്ത പേര് ഫ്രെഡറിക് സാങ്ങർ. എന്താണ് പ്രത്യേകത? ഫ്രെഡറിക് സാങ്ങർ കെമിസ്ട്രിക്ക് 2 തവണ നോബൽ പ്രൈസ് കിട്ടിയ ഒരാളാണ്. അതുപോലെ തന്നെ മറ്റൊരു പേരാണ് ബാരി ഷാർപ്ലസ്. 2 പേരുകൾ, ബാരി ഷാർപ്ലസ്, ഫ്രെഡറിക് സാങ്ങർ. കെമിസ്ട്രിക്ക് 2 തവണ നോബൽ പ്രൈസ് കിട്ടിയ ആളുകൾ. മൂന്നാമത്തെ പേര് ജോൺ എ ബർദീൻ. 2 തവണ ഫിസിക്സിന് നോബൽ പ്രൈസ് കിട്ടിയ ആളാണ് ജോൺ എ ബർദീൻ. അടുത്ത മേരി ക്യൂറി. പ്രത്യേകത ഫിസിക്സിനും കെമിസ്ട്രിക്കും നോബൽ പ്രൈസ് കിട്ടിയത് മേരി ക്യൂറിക്കാണ്. ഫിസിക്സിനും കെമിസ്ട്രിക്കും നോബൽ പ്രൈസ് കിട്ടിയ ആളാണ് മേരി ക്യൂറി. അപ്പോൾ ഇതൊക്കെ നോബൽ പ്രൈസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ്. ഇനി പഠിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ നൊബേൽ പ്രൈസ് വിന്നേഴ്സ്. ഇന്ത്യക്കാരായ നോബൽ പ്രൈസ് വിന്നേഴ്സിന്റെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യമായിട്ട് നോബൽ പ്രൈസ് കിട്ടുന്നത് 1911 രവീന്ദ്രനാഥ് ടാഗോർ. അതുപോലെ രണ്ടാമതായിട്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഫിസിക്സിന് നോബൽ പ്രൈസ് കിട്ടുന്നത് ആർക്കാണ്? അത് CV രാമൻ 1930. മൂന്നാമത്തെ പേര് ഹർഗോബിന്ദ് ഖുറാന 1968 നോബൽ പ്രൈസ് കിട്ടുന്നു. അത് ബയോമെഡിക്കൽ സയൻസ് അല്ലെങ്കിൽ ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡാണ് നോബൽ പ്രൈസ് കിട്ടുന്നത്. അടുത്ത പേര് മദർ തെരേസ 1979 നോബൽ പ്രൈസ് കിട്ടുന്നത്. എന്തിനാണ്? പീസിന് നോബൽ പ്രൈസ് കിട്ടുന്നു. അടുത്തത് 5ാമത്തെ പേര് S ചന്ദ്രശേഖർ. ഫിസിക്സ് ആണ് സബ്ജക്റ്റ്. 1983 നോബൽ പ്രൈസ് കിട്ടുന്നു. 6ാമത്തെ പേര് അമർത്യ സെൻ. എക്കണോമിക്സിന് നോബൽ പ്രൈസ് കിട്ടുന്ന ആദ്യ ഇന്ത്യക്കാരൻ. 1998 എക്കണോമിക്സിന് നോബൽ പ്രൈസ് കിട്ടുന്നത്. അതുപോലെ 7ാമത്തെ പേര് കൈലാഷ് സത്യാർത്ഥി. 2014 നോബൽ പ്രൈസ് കിട്ടുന്നത് പീസിന്, സബ്ജക്റ്റ് പീസ്. 8ാമത്തെ പേര് അഭിജിത്ത് ബാനർജി. 2019 നോബൽ പ്രൈസ് കിട്ടുന്നു. അഭിജിത്ത് ബാനർജി 2019, അതും എക്കണോമിക് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ നോബൽ പ്രൈസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നോബൽ പ്രൈസ് എക്സാം പോയിന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു തന്നെ വേണം. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ബേസിക് സിലബസ് നോക്കി, എന്നിട്ട് യൂണിറ്റ്സ് മെഷർമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരുമായിട്ട് റെക്കമെൻഡ് ചെയ്യുക. നമ്മുടെ ചാനൽ മാക്സിമം നമ്പർ ഓഫ് ക്ലാസ്സസ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് ഈ ക്ലാസ്സുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.